വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മളുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഞാൻ എൻ്റെ വീട്ടിലുള്ള വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒത്തിരി റെസ്പോൺസസ് ആണ് കേട്ടോ അവർ വ്ളോഗിന് കിട്ടിയത്. കുഞ്ഞും ഞാനും അമ്മയും എല്ലാവരും കൂടി ഉള്ളൊരു വ്ളോഗായിരുന്നു. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. സൗണ്ട്, പിന്നെ എന്താ പറയുക, വീഡിയോ ക്ലാരിറ്റി, അപ്പം അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ഞാൻ ആ ഒരു വ്ളോഗിനകത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ ഈ ഒരു വീക്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മളെ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ ഇതൊക്കെ അറിയാണ്ട് ഒരു പെട്ടെന്നൊരു വെയിറ്റ് ലോസ് ചാലഞ്ചിൽ ഒരു ഫാറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകളില്ല. അതുകൊണ്ടാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും നമ്മളൊരു ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും, ഇപ്പം ഞാനടക്കം ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ഇഷ്യൂസും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് നമ്മുടെ ഹാപ്പി ഫാമിലിയിൽ ആരും ഫേസ് ചെയ്യാൻ പാടില്ല. നിങ്ങളെല്ലാവരും ഒരു റൈറ്റ് ട്രാക്കിലൂടെ തന്നെയായിരിക്കണം നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഏതൊരു ചാലഞ്ച് തുടങ്ങുന്നതിന് മുമ്പും ഞാൻ ഇത്തരത്തിലുള്ള ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മളൊരു വാഗ്ദാനം പോലെ ഇത്ര ദിവസം കൊണ്ട് ഇത്ര കിലോ കുറയ്ക്കാം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഞാൻ ഒരു ചാലഞ്ചും ഇതുവരെ ചെയ്യാറില്ല. എല്ലാം നിങ്ങൾക്ക് അതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണോ, എന്തൊക്കെ അറിയണോ, ആ ഒരു ടോപ്പിക് ഒക്കെ കവർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എല്ലാ ചാലഞ്ചും സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ചാലഞ്ചിനേക്കാളും ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ചാണ് നമ്മൾ ഇത്തവണ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ആ ഒരു സസ്പെൻസ് ഒന്നും ഇപ്പോൾ പറയുന്നില്ല. അതിനു മുമ്പ് നിങ്ങൾ എന്തായാലും ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പോർഷൻ കൺട്രോളിനെ പറ്റി പറഞ്ഞു, പിന്നെ നമ്മൾ കാലറി ഡെഫിസിറ്റ്, അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാലറി ഡെഫിസിറ്റിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇനി ഇന്നത്തെ ടോപ്പിക്കിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഫ്രീക്വൻ്റ്ലി വന്നുകൊണ്ടിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിനുള്ള ഒരു പ്രോപ്പർ ക്ലാരിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു കമൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കമൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ ഇഞ്ചസ് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ വെയിങ് സ്കെയിലിൽ അധികം മാറ്റം കാണിക്കുന്നില്ല. ഒരു 1-2 കിലോ ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷേ കാണുമ്പോൾ നന്നായിട്ട് ട്രിം ആയതുപോലെ ഉണ്ട്, പഴയ ഡ്രസ്സുകളൊക്കെ ഇടാൻ പറ്റുന്നുണ്ട് നോക്കിയ ആ ഒരു രീതിയിലാണ്. ഇതുവരെയുള്ള ഒരുപാട് കമൻറ്റ്സ് നമുക്ക് വരാറുണ്ട്. നെക്സ്റ്റ് ഒരു കമൻറ്റ്, അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ആ ഒരു കമൻറ്റിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ണം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു 4 കിലോ ഒക്കെ വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു 21 ഡേയ്സ് ചാലഞ്ച് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ വണ്ണം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നാലും കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ വണ്ണം കുറഞ്ഞതായിട്ട് തോന്നുന്നില്ല, ഒന്ന് ട്രിം ആയതുപോലെ തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലുള്ള കൺസേൺസ് ആണ് ഇപ്പോൾ ഈ ഒരു ചാലഞ്ച്. ഓരോ ചാലഞ്ച് കഴിയുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫാറ്റ് ലോസ് വേഴ്സസ് വെയിറ്റ് ലോസ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നമ്മൾ ഏതിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ഫിറ്റ്നസ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫാറ്റ് ലോസിനെ കോൺസെൻട്രേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ വെയിറ്റ് ലോസിനെ കോൺസെൻട്രേറ്റ് ചെയ്യണോ, ഏതാണ് നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്, നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു വേ ഏതാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിനു മുമ്പ് നമ്മളുടെ ഫാമിലിയിലോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ, എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഒക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്ര മാത്രമേ പറയാനുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ഡയറ്റ് അല്ലെങ്കിൽ വർക്കൗട്ട് അതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റുട്ടീനിലേക്ക് വരുന്ന ഒരു കാര്യമാണ്, നമ്മൾ രാവിലെ ഒരു മെസ്സേജ് വന്നാട്ടും. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ എന്താ പറയുക, നമ്മൾ വെയിറ്റ് നോക്കും. അത് മെയിൻ ഞാനും എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെയിറ്റ് നോക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഓരോ ദിവസം എത്രയാണ് വെയിറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സമയത്ത് വെയിറ്റ് ലോസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു വെയിങ് സ്കെയിലിൽ അത്രയും ഡിപ്പെൻഡഡ് ആയിരുന്നു. രാവിലെ എഴുന്നേറ്റ് വെയിറ്റ് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അന്നത്തെ ദിവസം മുഴുവൻ പോകാണ്. ഞാൻ ഒത്തിരി ഡെസ്പ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒരു 1/2 kg കുറഞ്ഞു കഴിഞ്ഞാൽ 200 grams ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമായിരിക്കും. പക്ഷേ വെയിറ്റ് സ്കെയിൽ ഒരു മാറ്റവും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഒരു ഡിപ്രഷനായിരുന്നു. ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം നിങ്ങൾ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അത്. പക്ഷേ പിന്നീട് എന്താ പറയുക, ഞാൻ എൻ്റെ ഐഡിയൽ വെയിറ്റിലെത്തി. ഇപ്പം ഞാനൊരു ഫാറ്റ് ലോസ് ജേർണിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻ്റെ ഇഞ്ചസ് കുറയുന്നതിലാണ്. എൻ്റെ വയറ് കുറയുന്നു, എൻ്റെ കൈവണ്ണം കുറയുന്നു, എൻ്റെ മുഖത്തുള്ള ഫാറ്റ് കുറയുന്നു, നെക്കിലുള്ള ഫാറ്റ് കുറയുന്നു, അല്ലെങ്കിൽ അപ്പർ ബോഡി ഫാറ്റ് കുറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ചില സമയത്ത് ഞാൻ വെയിറ്റ് നോക്കാൻ പോലും മറന്നു പോകാറുണ്ട്. അപ്പോൾ ഒരു സമയത്ത് വെയിങ് സ്കെയിലിൽ അത്രയും ഡിപ്പെൻഡഡ് ആയിരുന്ന ഞാൻ ഇപ്പം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻ്റെ ഇഞ്ചസ് കുറയുന്നതിലാണ്. അതായത് ഞാൻ ട്രിം ആവുന്നതിലാണ് ഞാൻ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് കമൻറ്റിലൂടെ പറയാറുണ്ട്, എന്താ പറയുക, വെയിറ്റ് എത്രയൊക്കെ നോക്കിയിട്ടും ആഴ്ചയിൽ ഒരു ½ kg ഒക്കെ കുറയുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 1 kg കുറയുന്നുള്ളൂ, അല്ലെങ്കിൽ എത്രയൊക്കെ പട്ടിണി കിടന്ന് വെയിറ്റ് ലോസ് ചെയ്തിട്ട് പോലും എന്താ പറയുക ഒരു മാറ്റവും ഇല്ല, വണ്ണം തീരെ കുറയുന്നില്ല, അങ്ങനെയൊക്കെ എനിക്ക് കമൻറ്റ് വരാറുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങളൊരു ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരിക്കലും ഒരു വെയിങ് സ്കെയിൽ കോൺസെൻട്രേറ്റ് ആയിട്ട് പോകാൻ പാടില്ല. അതായത് നിങ്ങൾക്ക് വെയിറ്റ് കുറയോ വെയിറ്റ് കുറയാതിരിക്കുക അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നിങ്ങളൊരു റുട്ടീനിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് വെയിറ്റ് കുറയും. അത് നിങ്ങളുടെ ഒരു വാട്ടർ വെയിറ്റ് ആണ്, നിങ്ങളുടെ ശരീരത്തിൽ നീരാണ് അല്ലെങ്കിൽ വാട്ടർ റിട്ടൻഷൻ ആയി കിടക്കുന്നതാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു 3-4 കിലോ ഒക്കെ കുറയും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീടുള്ള ജേണിയാണ് കുറച്ച് കഷ്ടപ്പാടുണ്ടാവുക. അപ്പോൾ ആ ഒരു ജേർണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫിറ്റ്നസ് ജേർണിയിലുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ഏതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നാണ്. ഇപ്പോൾ വെയിറ്റ് ലോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ ഒരു റുട്ടീനിൽ നിന്ന് മാറി, അതായത് നമ്മൾ ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ ആ ഒരു എന്താ പറയുക ആ ഒരു ബേസിക് റുട്ടീനിൽ നിന്ന് മാറി നമ്മളൊരു ഹെൽത്തി റുട്ടീനിലോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അൺഹെൽത്തി റുട്ടീനായിരിക്കും, അതായത് ഫാറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്, ഓവർ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള കലോറി ഇൻടേക്ക് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ആ ഒരു റുട്ടീനിലോട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ വെയിറ്റ് കുറയും, വണ്ണം കുറയും. അപ്പോൾ നമ്മളിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമ്മളെ കളിയാക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് മോശമായിട്ടായിരിക്കും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും വണ്ണം കുറക്കണം എന്നായിരിക്കും. പട്ടിണി കിടന്നിട്ടായാലും വേണ്ടിയില്ല, എങ്ങനെയെങ്കിലും എനിക്ക് വണ്ണം കുറച്ചാൽ എന്നൊരു ചിന്തയായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഡയറ്റ് എന്ന് പറഞ്ഞാൽ എഗ് ഡയറ്റ്, ബനാന ഡയറ്റ്, കീറ്റോ ഡയറ്റ്, അങ്ങനെ പല ഡയറ്റുകളും നമുക്ക് ഫാറ്റ് ഡയറ്റുകളുണ്ട്. ഒരു 10 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കാം, അങ്ങനെ ഒരുപാട് ക്ലെയിംസ് തരുന്ന ഒരുപാട് ഡയറ്റുകൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആ ക്ലെയിംസ് ഒക്കെ സത്യം തന്നെയാണ്, നമുക്കൊരു 10 കിലോ 10 ദിവസം കൊണ്ട് കുറയ്ക്കാൻ പറ്റും. പലതരത്തിലുള്ള ഡയറ്റുകൾ അങ്ങനത്തെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ണം കുറയുന്നുള്ളത് ഗ്യാരണ്ടിയാണ്, ഇത്ര ദിവസം കൊണ്ട് നിങ്ങളുടെ ഇത്ര വെയിറ്റ് കുറഞ്ഞിരിക്കും. പക്ഷേ ഈ ഒരു വണ്ണം കുറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഈ ഒരു വണ്ണത്തിനോടൊപ്പം തന്നെ നമ്മുടെ മസിൽസ് ഒരുപാട് ലോസ് ആവുന്നുണ്ട്. നമ്മൾ ഓവർ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള കലോറി ഇൻടേക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ണം കുറയ്ക്കാൻ, അതായത് നമ്മൾ വെയിങ് സ്കെയിൽ ഡിപ്പെൻഡഡ് ആയിട്ട് നമ്മൾ പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ വണ്ണം കുറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ മസിൽസ് ഒരുപാട് ലോസ് ആവുന്നുണ്ട്. അതുകൊണ്ടും കൂടിയാണ് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പ്രായമായതുപോലെ, അല്ലെങ്കിൽ മുഖത്തിന്റെ ഗ്ലോ നഷ്ടപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് കറുത്തി. ഇപ്പം എൻ്റെ ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ആ ഒരു സമയത്തുള്ള ഞാൻ എന്ന് പറയുന്നത് ഞാൻ ബനാന ഡയറ്റ്, എഗ് ഡയറ്റ്, ഇങ്ങനെയുള്ള ക്രാഷ് ഡയറ്റുകളൊക്കെ ചെയ്തിട്ട് വെയിറ്റ് കുറച്ചതിൻ്റെ ഒരു രൂപമാണിത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി കൺഫ്യൂഷൻ ആയിരുന്നു, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നത്. സ്കിന്നിൽ ഒരുപാട് പിമ്പിൾസ് വരാൻ തുടങ്ങി, ഒരുപാട് കറുത്ത നെക്ക് നന്നായിട്ട് കറുക്കാൻ തുടങ്ങി. നിങ്ങൾ ആ ഒരു ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള പല ഇഷ്യൂസും നമുക്ക് വണ്ണം കുറയ്ക്കാൻ, അതായത് ഒരുപാട് കലോറി റെസ്ട്രിക്ട് ചെയ്തിട്ട് ഒരു 700 കലോറി അല്ലെങ്കിൽ 800, 900, 1000 കലോറിന് താഴെ രീതിയിൽ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു തരത്തിലുള്ള വണ്ണം കുറയും. നമുക്ക് വണ്ണം എന്തായാലും കുറയും, പക്ഷേ ഈ ഒരു വണ്ണം കുറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ഓജസ്സും തേജസ്സും എല്ലാം പോയിട്ട് നമ്മൾ ഒത്തിരി വീക്കായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കിടന്നാൽ മതി എന്നുള്ളൊരു ചിന്തയായിരിക്കും ഉണ്ടാവുക. നമ്മൾ ശരിക്കും അൾട്ടിമേറ്റ്ലി വെയിറ്റ് ലോസ് ചെയ്യുന്നതിനാണ് നമുക്കൊരു ആരോഗ്യമുള്ള ശരീരം കിട്ടാൻ വേണ്ടി, നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ വണ്ണം കുറയ്ക്കുന്നത്. പക്ഷേ അതിനും വലിയൊരു മോട്ടീവായിട്ട് മാറുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കളിയാക്കലുകൾ എനിക്ക് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും പട്ടിണി കിടന്നിട്ടാണെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യണം. ഈ ഒരു മോട്ടീവായിട്ട് നമ്മളുടെ ശരിക്കും ആ ഒരു നല്ല ഇൻറ്റൻഷൻ മാറുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കേണ്ട ഒരു കാര്യമല്ല. അത് വളരെ ഗ്രാജുവലി സമയം എടുത്തിട്ട് ഒരു സ്ലോ പ്രോസസ്സായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും വെയിങ് സ്കെയിൽ ഡിപ്പെൻഡഡ് ആണ്. അതായത് എനിക്ക് ഇത്ര കിലോ കുറഞ്ഞില്ല, അപ്പോൾ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു 500 ഗ്രാം കുറയണമെന്നായിരിക്കും, പക്ഷെ അത് കുറഞ്ഞില്ല. അതുകൊണ്ട് നിങ്ങൾ അന്നത്തെ ഡിന്നർ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ നിങ്ങൾ വെയിങ് സ്കെയിൽ ഡിപ്പെൻഡഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ശരീരം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. അതിന് പകരം എപ്പോഴും രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളിങ്ങനെ നമ്മുടെ ശരീരത്തിന് പ്രോട്ടീൻസ്, മിനറൽസ്, ഫാറ്റ്, അങ്ങനെ എസെൻഷ്യൽ ആയിട്ട് ഒരുപാട് ന്യൂട്രിയൻസ് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡി നന്നായിട്ട് പ്രവർത്തിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. നമ്മുടെ ബോഡിക്ക് ഒരു പ്രോപ്പർ ഇന്ധനം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ വണ്ണം കുറയുമായിരിക്കാം, പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾ വരും. കാരണം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറയുകയാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറയുന്നത് കാരണം ഒരുപാട് രോഗങ്ങൾ വരാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒത്തിരി വീക്ക് ആയതുപോലെ തോന്നാം, ഒത്തിരി ഏജ്ഡ് ആയതുപോലെ തോന്നാം, നമ്മുടെ സ്കിന്നൊക്കെ ഒത്തിരി സാഗി ആയതുപോലെ തോന്നാം. കാരണം നമ്മുടെ മസിൽസും കൂടിയാണ് ലോസ് ആവുന്നത്. മസിൽസും ഫാറ്റും ലോസ് ആവുന്നുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ മസിൽസ് ആണ്. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ലോസ് ആവുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒത്തിരി സാഗി ആയിട്ട് കിടക്കുന്ന പോലെ, ഒത്തിരി ഏജ്ഡ് ആയതുപോലെ നമ്മൾ തോന്നാൻ തുടങ്ങും.
അപ്പോൾ ഇതാണ് നമ്മൾ വെയിറ്റ് ലോസ് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം. ഇനി നമുക്ക് ഫാറ്റ് ലോസിലോട്ട് വരാം. ഫാറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. ഫാറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ഫാറ്റ് ലോസ് നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു 1 മന്ത് നിങ്ങളൊരു ഫാറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും നിങ്ങൾ എത്തിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം നിങ്ങളൊരു കലോറി ഡെഫിസിറ്റിലാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ റെഗുലർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, കാർഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ റെസിസ്റ്റൻസ് ട്രെയിനിങ്, പിന്നെ സ്ട്രെങ്ത് ട്രെയിനിങ്, അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്ക്ഔട്ട് റൂട്ടീനാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു 1 മന്ത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വെയിങ് സ്കെയിലിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഒരു 2 കിലോ 3 കിലോ ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഒരു പിക്ചർ ഇപ്പോൾ ഒരു മാസം മുമ്പുള്ള ഒരു പിക്ചറും ഒരു മാസം കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു പിക്ചർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി മാറ്റം, നിങ്ങൾ ഒത്തിരി ട്രിം ആയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ 21 ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ ഞാൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു മാറ്റം. അപ്പോൾ അതിൽ ശരിക്കും എൻ്റെ വെയിങ് സ്കെയിൽ എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 2 കിലോ ഒക്കെ ഞാൻ കുറഞ്ഞിട്ടുള്ളൂ. 56 നിന്ന് ഞാൻ 53 ആയി, അല്ലെങ്കിൽ 54 ആയി, അത്രയും മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ആ ഒരു എന്താ പറയുക ബോഡിയിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ആ ഒരു പിക്ചറിൽ തന്നെ കാണാൻ പറ്റും. എൻ്റെ അപ്പർ ബോഡി നന്നായിട്ട് ട്രിം ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഫാറ്റ് ലോസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം. അപ്പോൾ ഫാറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഏജ് ശരിക്കും റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ശില്പ ഷെട്ടിനൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. ശില്പ ഷെട്ടി 40+ ഏജ് ഉള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ നമുക്ക് അവരെ കണ്ടു കഴിഞ്ഞാൽ തോന്നുമോ നമ്മൾ അത്രയും പ്രായമുള്ള ഒരാളാണിതെന്ന്? അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഫാറ്റ് ലോസിനാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഫാറ്റ് ലോസിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന റെഗുലർ ആയിട്ടുള്ള പലതരത്തിലുള്ള വർക്കൗട്ടുകളൊക്കെ നമ്മുടെ ബോഡിയിൽ മസിൽ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ മസിൽ നന്നായിട്ട് ബിൽഡ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ബോഡി നന്നായിട്ട് ടോൺഡ് ആയിട്ടിരിക്കും, നല്ല ഷേപ്പ് ആയിട്ടിരിക്കും. നമ്മുടെ ആ ഒരു ഏജ് റിവേഴ്സ് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്കൊരു 30 വയസ്സായിരിക്കും, പക്ഷെ നമ്മളെ കണ്ടുകഴിഞ്ഞാൽ ഒരു 25 ഏജേ തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഏജ് റിവേഴ്സ് ആക്കാൻ പറ്റും. നമ്മുടെ എനർജി ലെവൽ എപ്പോഴും ഹൈ ആയിട്ടായിരിക്കും ഉണ്ടാവുക, നമ്മുടെ മെറ്റബോളിസം എപ്പോഴും ബൂസ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരുപാട് ഒരു 10 കിലോ 15 കിലോ ഒക്കെ നിങ്ങൾ കുറച്ചിട്ട് ഒട്ടും ആരോഗ്യമില്ലാതെ എപ്പോഴും അസുഖം വരുന്ന രീതിയിൽ ഒത്തിരി ഏജ്ഡ് ആയിട്ട് സ്കിന്നൊക്കെ സാഗ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഇരിക്കണോ വേണ്ടത്? അല്ലെങ്കിൽ ഫാറ്റ് ലൂസ് ചെയ്തിട്ട് നമ്മൾ ഏജ് റിവേഴ്സ് ചെയ്തിട്ട് എപ്പോഴും എനർജറ്റിക് ആയിട്ടും ബോഡി ഷേപ്പായിട്ടും ടോണ്ടായിട്ടും ഒക്കെ ഇരിക്കണോ വേണ്ടത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ എഗ് ഡയറ്റ് അല്ലെങ്കിൽ ബനാന ഡയറ്റ് ഒക്കെ ചെയ്തിട്ട് ഞാൻ 15 കിലോ ഒക്കെ കുറച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്തപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എപ്പോഴും എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് ആരും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. വെയിറ്റ് കുറയ്ക്കാണ്ട് ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവരുടെ ഒന്നും സപ്പോർട്ട് ഇല്ലാതെയാണ് എൻ്റെ വെയിറ്റ് ലോസ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ടും ഞാൻ എഗ് ഡയറ്റ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒത്തിരി ക്ഷീണിച്ച ഒരവസ്ഥയിൽ എപ്പോഴും അസുഖങ്ങൾ വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ആ സമയത്തുള്ളത്. എൻ്റെ ഹെയർ ലോസ്, ഒരുപാട് ഹെയർ ഫോൾ ഉണ്ടായി, എൻ്റെ സ്കിന്നൊക്കെ ഒരുപാട് കറുത്തിരുണ്ടു, പിമ്പിൾസ് വരാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത ഇഷ്യൂ ഞാൻ കടന്നുപോയത്. ഇപ്പൊ ഞാൻ എൻ്റെ ഫാറ്റ് ലോസ് സ്റ്റഡിയിലാണ്. എൻ്റെ ഇഞ്ചസ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് വർക്കൗട്ടുകൾ, എൻ്റെ ബോഡി മൊത്തം ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും എനർജറ്റിക് ആണ്. ഇപ്പോൾ ഹെൽത്തി ആയിട്ട് ഒരു റുട്ടീനിലേക്ക് ഞാൻ വന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത്, എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുന്നത്, എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഫാറ്റ് ലോസിലായിരിക്കണം. നമ്മുടെ വെയിറ്റ് കുറഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ ചില ആൾക്കാർ ഇന്നാഴ്ച ഒരു ഗോൾ വെച്ചിട്ടുണ്ടാവും, ഒരു 2 കിലോ കുറയ്ക്കണം. അപ്പോൾ 2 കിലോ കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ജേണി മൊത്തം സ്റ്റോപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോടും കൂടിയാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരിക്കലും ഒരു വെയിങ് സ്കെയിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മൾ ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഇഞ്ചസിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ ബോഡി ട്രിം ആവുന്നുണ്ടോ? നിങ്ങൾ ഒരു മാസം മുമ്പുള്ള പിക്ചറും ഈ ഒരു മാസം അതിനുശേഷമുള്ള ഒരു മാസത്തിന് ശേഷമുള്ള പിക്ചർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റമുണ്ടോ? എങ്കിലും നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന് മാറ്റമില്ലെങ്കിൽ കൂടി നിങ്ങൾ ആ ഒരു നല്ലൊരു ജേണിയിലാണ് നിങ്ങളുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള റുട്ടീനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജേണി തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുക. എന്തായാലും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ഒരു 21 ഡേയ്സ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ കണ്ടില്ല. അപ്പോൾ അത് തന്നെയാണ് എക്സാമ്പിൾ. നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും. ഒരിക്കലും നിങ്ങൾ വെയിങ് സ്കെയിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ട് പോകാതിരിക്കുക. അപ്പോൾ ഇന്നും കൂടി എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിക്ക് ഒരാഴ്ചയിൽ എത്ര കിലോ കുറയുന്നു? അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, ചിലപ്പോൾ 500 ഗ്രാംസ് കുറഞ്ഞെന്ന് വരാം, ചിലപ്പോൾ 800 ഗ്രാംസ് കുറയും, ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാവില്ല, ചിലപ്പോൾ 2 വീക്സ് ആയി കഴിഞ്ഞാൽ പോലും എനിക്ക് ഒട്ടും മാറ്റങ്ങളില്ലാതെ ഇപ്പോൾ ഇരിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒട്ടും വിഷമമില്ല കേട്ടോ. ഞാൻ വെയിറ്റ് കുറയുന്നുണ്ടോ വെയിറ്റ് കുറയുന്നില്ലോ അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ ഇഞ്ചസ് കുറയുന്നുണ്ട്, അതെനിക്ക് ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളും ആ ഒരു രീതിയിലേക്ക് വരിക. നിങ്ങളുടെ ഇഞ്ചസ് ഇപ്പം പലരും എൻ്റെ അടുത്ത് കമൻറ്റിൽ പറയാറുണ്ട് വെയിങ് സ്കെയിൽ ഇല്ല വീട്ടിൽ. സത്യം പറഞ്ഞ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. വെയിങ് സ്കെയിൽ ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. നിങ്ങളുടെ ഇഞ്ചസ്, നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സ്മോളസ്റ്റ് സൈസിലുള്ള ഒരു ഡ്രസ്സ് നിങ്ങൾ എടുത്ത് വയ്ക്കുക. ഓരോ മാസം കഴിയുമ്പോൾ നിങ്ങൾ ആ ഡ്രസ്സ് ഇട്ട് നോക്കുക. നിങ്ങൾക്ക് ആ ഡ്രസ്സ് എപ്പോഴാണോ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു നല്ലൊരു ഹെൽത്തി റൂട്ടീനിലോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫാറ്റ് ലോസ് പ്രോഗ്രാമാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെയിറ്റ് എത്ര കുറയും അല്ലെങ്കിൽ വെയിറ്റ് ഇത്ര കുറയുന്നൊന്നും ഒരു ഗ്യാരണ്ടിയും ഞാൻ തരുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഇഞ്ചസ് എന്തായാലും നിങ്ങൾക്ക് കുറഞ്ഞിരിക്കും. അപ്പോൾ നല്ലൊരു ടോൺഡ് ആയിട്ടുള്ള ബോഡിയാണോ നിങ്ങൾക്ക് വേണ്ടത്? എപ്പോഴും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ബോഡിയാണോ നിങ്ങൾക്ക് വേണ്ടത്? അധികം അസുഖങ്ങളൊന്നും വരാത്തൊരു ബോഡിയാണോ വേണ്ടത് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫാറ്റ് ലോസ് പ്രോസസ്സിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാലഞ്ച് നിങ്ങൾ എന്തായാലും ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും
എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ഫാറ്റ് ലോസ് ചാലഞ്ചുകളാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ ഒത്തിരി വെയിറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരു നല്ലൊരു ഫാറ്റ് ലോസ് ജേണിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഒത്തിരി വണ്ണം കുറയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഞ്ചസ് ട്രിം ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വണ്ണം കുറയില്ല അല്ലെങ്കിൽ ഇഞ്ചസ് മാത്രം ട്രിം ആയിട്ട് എനിക്ക് യാതൊരു കാര്യമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വണ്ണവും കുറഞ്ഞിരിക്കും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഞ്ചസും കുറഞ്ഞിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോർഷൻ കൺട്രോളിനെ പറ്റി പറഞ്ഞു, കലോറി ഡെഫിസിറ്റിനെ പറ്റി പറഞ്ഞു, ഇന്ന് ഫാറ്റ് ലോസ് വേഴ്സസ് വെയിറ്റ് ലോസിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇനിയും ഈ ഒരു പ്രിപ്പറേഷൻ വീഡിയോസിൽ ഏതെങ്കിലും ടോപ്പിക് വേണോ എന്നുള്ളത് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ നമുക്ക് എന്തായാലും അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ, ഇനിയും എന്തെങ്കിലും നിങ്ങൾ ഈ ഒരു ചാലഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ഞാനും ഒന്ന് ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്കും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. വെയിറ്റ് സ്കെയിൽ ഡിപ്പെൻഡഡ് ആവാതിരിക്കുക, നിങ്ങൾ ഫാറ്റ് ലോസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.